ഹലോ വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 7 സോഷ്യൽ സയൻസ് ചാപ്റ്റർ 12 ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി എന്ന പാഠഭാഗത്തിലെ 180 മുതൽ 184 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ പുനർനിർമ്മിക്കുന്ന ശാസ്ത്രീയ പഠന ശാഖയാണ് ചരിത്രം എന്ന് നമുക്കറിയാം. ലഭ്യമായ തെളിവുകളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി വിശകലനം ചെയ്താണ് ചരിത്രം രചിക്കുന്നത്. ഓരോ കാലഘട്ടത്തിൻ്റെയും പ്രത്യേകതകൾ അതാത് കാലത്തെ ചരിത്രശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന ഈ പാഠഭാഗത്തിൽ ചരിത്രശേഷിപ്പുകളും മറ്റു തെളിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം രചിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which literary work mentions that Vizhinjam was one of the most important centers of ancient Tamilagam? പുരാതന തമിഴകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു വിഴിഞ്ഞം എന്ന് പരാമർശിക്കുന്ന സാഹിത്യകൃതി ഏതാണ്? ആൻസർ സംഘം ലിറ്ററേച്ചർ. സെക്കൻഡ് വൺ, വിഴിഞ്ഞം വാസ് ദ സെൻറ്റർ ഓഫ് വിച്ച് ഡൈനാസിറ്റി ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ 9th and 10th century? 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ഏത് രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം? ആൻസർ ആയ് ഡൈനാസിറ്റി. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ നോവൽ റിട്ടൺ ബൈ ദ ജെയിൻ സെയിൻറ്റ് ഉദ്യോധനസുരി ഇൻ വിച്ച് വിഴിഞ്ഞം ഹാസ് ബീൻ റെഫേർഡ് ആസ് വിജയപുരി? ജൈന സന്യാസിയായ ഉദ്യോധനസുരി രചിച്ച വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിട്ടുള്ള നോവൽ ഏത്? ആൻസർ കുവലയമാല. നെയിം ദ ഫോറിൻ ട്രാവലോഗ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് വിഴിഞ്ഞം വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർട്ട് ആൻഡ് ട്രേഡ് സെൻറ്റർ റൈറ്റ് ഫ്രം ദ സംഘം പീരീഡ്. സംഘകാലം മുതൽ തന്നെ വിഴിഞ്ഞം ഒരു പ്രധാന തുറമുഖവും വ്യാപാര കേന്ദ്രവുമായിരുന്നു എന്ന് പറയുന്ന വിദേശയാത്രാ വിവരണത്തിൻ്റെ പേരെന്ത്? ആൻസർ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് ചരിത്രം? ആൻസർ ഹിസ്റ്ററി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയൻറ്റിഫിക്കലി റെക്കോർഡ്സ് ദ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ്. അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി? അതായത് ചരിത്രം എഴുതുന്ന പ്രക്രിയ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ്? ആൻസർ സെവറൽ പീസസ് ഓഫ് എവിഡൻസ് ദാറ്റ് ആർ നെസസറി ഫോർ റീകൺസ്ട്രക്ടിംഗ് ഹിസ്റ്ററി ഹാവ് ബീൻ ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ വേരിയസ് ഫോംസ് ബൈ ഈച്ച് പീരീഡ്. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിംഗ് ദീസ് പീസസ് ഓഫ് എവിഡൻസ് ഫോർ സയൻറ്റിഫിക് അനാലിസിസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ പാസ്റ്റ്. ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ നിരവധി തെളിവുകൾ ഓരോ കാലഘട്ടത്തിലും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രീയ വിശകലനത്തിനും ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതിനുമുള്ള ഈ തെളിവുകൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ചരിത്രരചന. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ലോക്കൽ ഹിസ്റ്ററി? എന്താണ് പ്രാദേശിക ചരിത്രം? ആൻസർ ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ മൈന്യൂട്ട് ആൻഡ് കോംപ്രിഹെൻസീവ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ സ്മോൾ ജിയോഗ്രഫിക്കൽ റീജിയൻ, എ പേഴ്സൺ ഓർ ആൻ ഈവൻറ്റ്. ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിൻ്റെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ സൂക്ഷ്മവും സമഗ്രവുമായ ഡോക്യുമെൻറ്റേഷനാണ് പ്രാദേശിക ചരിത്രം. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ആൻഡ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്? ചരിത്ര രചനയുടെയും പ്രാദേശിക ചരിത്ര രചനയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റിൽ പേജ് നമ്പർ 182 ഫസ്റ്റ് തന്നെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് നോക്കാം. ഹിസ്റ്ററി അതായത് ചരിത്രം. ഫസ്റ്റ് പോയിന്റ്, ഡോക്യുമെൻറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. ലോക്കൽ ഹിസ്റ്ററിയിൽ വരുന്നത് എ മൈന്യൂട്ട് ലെവൽ ഓഫ് എൻക്വയറി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, സബ്ജക്ട്സ് ഓർ ഈവൻറ്റ്സ് എപ്പാർട്ട് ഫ്രം വേൾഡ് ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഓർ എ പ്രൊവിൻസ്. ലോകചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ സൂക്ഷ്മമായ ചരിത്രാന്വേഷണമാണിത്. അടുത്തത് ചരിത്രത്തിൽ ഹിസ്റ്ററി ഈസ് റെക്കോർഡഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെൻറ്റ്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റിമെയിൻസ്. എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്രാവശേഷിപ്പുകൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. ലോക്കൽ ഹിസ്റ്ററിയിൽ ലോക്കൽ ഫെസ്റ്റിവൽസ്, കുസീൻസ്, customs, traditions and oral traditions become a part of the historical writing. പ്രാദേശിക ആഘോഷങ്ങളും രുചിശീലങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമാകുന്നു. അടുത്തത് ഹിസ്റ്ററിയിൽ ആക്സസസ് പാസ്റ്റ് ഈവൻറ്റ്സ്, കൾച്ചേഴ്സ് ആൻഡ് സൊസൈറ്റീസ് വിത്ത് എ ബ്രോഡ് പെർസ്പെക്റ്റീവ്.
ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു. ലോക്കൽ ഹിസ്റ്ററിയിൽ വരുന്നത് ബൈ ഡെമോക്രാറ്റൈസിംഗ് ഹിസ്റ്ററി ഡ്യൂ റെപ്രസെൻറ്റേഷൻ ഈസ് ഗീവൺ ടു റീജിയൻസ്, പീപ്പിൾസ് ആൻഡ് ഈവൻറ്റ്സ് ദാറ്റ് ഹാവ് ബീൻ ലെഫ്റ്റ് ഔട്ട് ഓഫ് മെയിൻ സ്ട്രീം ഹിസ്റ്ററി. ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭവങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി? ചരിത്രത്തിൻ്റെ ഉറവിടങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ, എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കോൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. Any object that is related to a particular period of time giving us valid information about that period is a source for writing history. ചരിത്രം എഴുതാൻ ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകുന്ന എന്തിനേയും ചരിത്രത്തിൻ്റെ ഉറവിടങ്ങളെന്ന് നമുക്ക് വിളിക്കാം. ഒരു പ്രത്യേക കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഏതൊരു വസ്തുവും ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള സാധുവായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന ചരിത്രം എഴുതാനുള്ള ഉറവിടമാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി? ഇനി ചരിത്രം എഴുതുന്നതിനുള്ള പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ആർക്കിയോളജിക്കൽ റിമെയിൻസ്, അതായത് പുരാവസ്തു അവശിഷ്ടങ്ങൾ. നെക്സ്റ്റ് വൺ, മോണ്യുമെൻറ്റ്സ്, സ്മാരകങ്ങൾ. ലിറ്റററി വർക്ക്സ്, സാഹിത്യകൃതികൾ. ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ. ന്യൂസ് പേപ്പേഴ്സ്, പത്രങ്ങൾ. ആൻഡ് ലാസ്റ്റ് വൺ, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഔദ്യോഗിക രേഖകൾ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ കോൾഡ് ആർക്കിയോളജിക്കൽ സോഴ്സസ്? പുരാവസ്തു സ്രോതസ്സുകൾ എന്ന് വിളിക്കപ്പെടുന്നത് എന്താണ്? ആൻസർ, ആർക്കിയോളജിക്കൽ സോഴ്സസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ എവിഡൻസ് അബൌട്ട് ലൈഫ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ വെർ മെയ്ഡ്. പുരാവസ്തു സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ ആർക്കിയോളജിക്കൽ സോഴ്സസ്? പ്രധാന പുരാവസ്തു സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ആൻസർ, ലിത്തിക് മോണ്യുമെൻറ്റ്സ്, അതായത് ശിലാസ്മാരകങ്ങൾ. കേവ്സ്, ഗുഹകൾ. ഏൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ്, പുരാതന ലിഖിതങ്ങൾ. പാലസസ്, കൊട്ടാരങ്ങൾ. ആൻഡ് ലാസ്റ്റ് വൺ, കോയിൻസ്, നാണയങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ കോൾഡ് ലിത്തിക് മോണ്യുമെൻറ്റ്സ്? ഗീവ് എക്സാമ്പിൾസ്. എന്താണ് ശിലാസ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്? ഉദാഹരണങ്ങൾ നൽകുക. ആൻസർ, ലിത്തിക് മോണ്യുമെൻറ്റ്സ് ആർ ഹിസ്റ്റോറിക്കൽ റിമെയിൻസ് മെയ്ഡ് ഓഫ് ലാർജ് സ്റ്റോൺസ്. These monuments were used to bury the mortal remains of our ancestors. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ചരിത്രാവശിഷ്ടങ്ങളാണ് ശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനായിട്ട് ഈ സ്മാരകങ്ങൾ ഉപയോഗിച്ചിരുന്നു. എക്സാമ്പിൾ, കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, നന്നങ്ങാടീസ്. നെക്സ്റ്റ് വൺ, വേർ ആർ ലിത്തിക് മോണ്യുമെൻറ്റ്സ് ഫൗണ്ട് ഇൻ കേരള? കേരളത്തിൽ ശിലാസ്മാരകങ്ങൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ആൻസർ, മറയൂർ ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്, ചിറമനങ്ങാട് ഇൻ തൃശ്ശൂർ ആൻഡ് തവനൂർ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. നെക്സ്റ്റ് വൺ, വൈ ആർ ലിത്തിക് മോണ്യുമെൻറ്റ്സ് നോൺ ആസ് മെഗലിത്തിക് മോണ്യുമെൻറ്റ്സ്? എന്തുകൊണ്ടാണ് ശിലാസ്മാരകങ്ങൾ മെഗലിത്തിക് സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ, ദ ലിത്തിക് മോണ്യുമെൻറ്റ്സ് വെർ ബിൽറ്റ് വിത്ത് ഹ്യൂജ് സ്റ്റോൺസ്, സോ ദേ ആർ നോൺ ആസ് മെഗലിത്തിക് മോണ്യുമെൻറ്റ്സ്. കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്, അതിനാൽ അവ മെഗലിത്തിക് സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം കേവ്സ് ദാറ്റ് ഹെൽപ്പ് ടു റൈറ്റ് ദ ഹിസ്റ്ററി? ചരിത്രം എഴുതാൻ സഹായിക്കുന്ന എന്തൊക്കെ വിവരങ്ങൾ ഗുഹകളിൽ നിന്ന് ലഭിക്കും? ആൻസർ, കേവ്സ് ത്രൂ ലൈറ്റ് ഓൺ ദ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് കേരള. ഇൻ ദീസ് നാച്ചുറൽ കേവ്സ്, പിക്ചേഴ്സ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ദാറ്റ് റെഫർ ടു ഹ്യൂമൻ ലൈഫ് ഇൻ ദ പ്രീഹിസ്റ്ററിക് പീരീഡ് ആർ ഇൻസ്ക്രൈബ്ഡ്. കേരളത്തിൻ്റെ പുരാതന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഗുഹകൾ. ഈ ഗുഹകളിൽ ചരിത്രാതീത കാലഘട്ടത്തിലെ മനുഷ്യജീവിതത്തെ പരാമർശിക്കുന്ന ചിത്രങ്ങളും ലിഖിതങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് കേവ്സ് സിറ്റുവേറ്റഡ് ഇൻ കേരള? കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകൾ ഏതൊക്കെയാണ്? ആൻസർ, എടക്കൽ കേവ്സ് ഇൻ വയനാട്, മറയൂർ ഇൻ ഇടുക്കി, ആൻകോട് ഇൻ തിരുവനന്തപുരം ആൻഡ് തെന്മല ആൻഡ് കോട്ടുകൽ, കൊല്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രൊട്ടക്ട്സ് ദ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഓഫ് കേരള? കേരളത്തിലെ ചരിത്രപരമായി പ്രധാനപ്പെട്ട പുരാവസ്തു വസ്തുക്കളെ ആരാണ് സംരക്ഷിക്കുന്നത്? ആൻസർ, ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇനി നെക്സ്റ്റ് ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ടിൽ ദെൻ ബൈ.